ഹായ് എവരിവൺ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിൽ ചിലർക്കെങ്കിലും ദാവീദ് എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാമായിരിക്കും. ദാവീദിനെ കുറിച്ച് ചുരുക്കം വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഈശായുടെ ഇളയ മകനായ ദാവീദ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ദാവീദ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായവൻ ദൈവത്തോടുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും ഉറപ്പും തനിക്ക് ദൈവത്തോടുള്ള മനോഭാവങ്ങളെ പല സങ്കീർത്തനങ്ങളിലായി രചിച്ച വ്യക്തിയാണ് ദാവീദ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് ഉയർച്ചയ്ക്ക് കാരണമായ 3 മനോഭാവങ്ങൾ, ദാവീദിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന 3 മനോഭാവങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. 70-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ 3 മനോഭാവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ദാവീദിനെ പോലുള്ള വ്യക്തി പറയുകയാണ്. ഒന്നാമതായി ദാവീദ് പറയുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. രണ്ടാമതായി ദാവീദ് പറയുന്നു, നീ തന്നെ എന്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനും ആകുന്നു. മൂന്നാമതായി ദാവീദ് പറയുന്നു, യഹോവേ താമസിക്കരുതേ. ഒന്നാമത്തെ മനോഭാവം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴുമുള്ള ഒരു മനോഭാവമാണ് താൻ ഒരു എളിയവനാണ്, താൻ ഒരു ദരിദ്രനാണ് എന്നുള്ളൊരു മനോഭാവം. എന്തുകൊണ്ടാണ് ദാവീദ് ഒരു എളിയവനാണ്, ദരിദ്രനാണെന്ന് ദാവീദ് ചിന്തിക്കുന്നത്? നമ്മൾ 2 രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് ഒരു സമ്പന്നനായ വ്യക്തി തന്നെയാണ്. ഒന്ന്, നമ്മൾ മാനുഷികമായ രീതിയിൽ നമ്മൾ ദാവീദിനെ ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് സമ്പന്നനായ ഒരു വ്യക്തിയാണ്. കാരണം ദാവീദ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ഒരു വ്യക്തിയാണ്, സമ്പന്നനായ ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. ആത്മീയമായ രീതിയിലും നമ്മൾ ദാവീദിനെ ചിന്തിക്കുകയാണെങ്കിൽ ദാവീദ് ഒരു സമ്പന്നനായ വ്യക്തി തന്നെയാണ്. നമ്മൾ ദാവീദിന്റെ മൊത്തമായുള്ള ഒരു ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദാവീദിന്റെ കഷ്ടത്തിലും പ്രയാസത്തിലും മരണത്തിൽ നിന്ന് വരെ ദൈവം ദാവീദിനെ സഹായിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദാവീദും ദൈവത്തോടുള്ള സ്നേഹം അത് ദിനം തോറും തന്റെ സങ്കീർത്തനങ്ങളിലൂടെയും സ്തുതികളിലൂടെയും പാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്തരത്തിൽ ദാവീദ് ദൈവത്തിനോട് കൂടെ നടക്കുന്നതായ വ്യക്തി. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആത്മീയമായ രീതിയിലും ദാവീദ് ഒരു സമ്പന്നനായ വ്യക്തി തന്നെയാണ്. എങ്കിലും എന്തുകൊണ്ടായിരിക്കും ദാവീദ് ചിന്തിക്കുന്നത് താൻ ഒരു എളിയവനാണ്, താൻ ഒരു ദരിദ്രനാണെന്ന്? അതിനുള്ള ഉത്തരം ദാവീദ് തന്നെ പലപ്പോഴും സങ്കീർത്തനങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. സങ്കീർത്തനങ്ങൾ 24:1 ദാവീദ് ഇങ്ങനെ പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളത് ആകുന്നു. ദാവീദിന് വ്യക്തമായിട്ടറിയാം തന്റെ പദവിയും തന്റെ സമ്പത്തും ഇതൊക്കെയും ദൈവത്താൽ നൽകപ്പെട്ടത് ആണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് താൻ ഒരു എളിയവനാണ്, താൻ ഒരു ദരിദ്രനാണെന്ന്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദാവീദിന്റെ ഒരു താഴ്മ തന്നെ അല്ലേ അത്? ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായ ശൗൽ തന്റെ സമ്പത്തിലും സമൃദ്ധിയിലും പദവിയിലും അഹങ്കരിച്ചപ്പോൾ ദൈവം ആ സ്ഥാനത്ത് നിന്ന് ശൗലിനെ എടുത്തു മാറ്റുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ സമ്പന്നരാകാം, ദരിദ്രരാകാം, ആരോഗ്യമുള്ള വ്യക്തികളാകാം. പക്ഷെ നമ്മുടെ സമ്പത്തിലോ സമൃദ്ധിയിലോ നമുക്ക് അഹങ്കരിക്കുവാനായിട്ട് കഴിയുകയില്ല. 24-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു വെക്കുന്നുണ്ട്, ഭൂതലവും അതിലെ നിവാസികളും ഒക്കെയും യഹോവയ്ക്ക് ഉള്ളത് ആകുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ എല്ലാവരും ഭൂമിയെ സൃഷ്ടിച്ച, ആകാശവിധാനങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുന്നിൽ എളിയവനും ദരിദ്രനും തന്നെയാണ്. ദാവീദിന്റെ 2-ാമത്തെ മനോഭാവം എന്ന് പറയുന്നത്, നീ തന്നെ എന്നെ സഹായിക്കുന്നവനും വിടിവിക്കുന്നവനും ആകുന്നു. ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദൈവം തന്നെയാണ് ദാവീദിനെ സഹായിക്കുന്നതും ദൈവം തന്നെയാണ് ദാവീദിനെ വിടിവിക്കുന്നതും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയാണ് ദാവീദും ഗോലിയാത്തും എന്നുള്ളത്. എന്നാൽ ദാവീദ് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ്
മുൻപായിട്ട് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിന് മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ വിശ്വാസവും ഉറപ്പും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരിക്കൽ തൻ്റെ അപ്പന്റെ ആടുകളെ വനാന്തരങ്ങളിൽ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹത്തെയും ഒരു കരടിയെയും കൊല്ലുവാൻ സഹായിച്ച ദൈവത്തിന് തീർച്ചയായും ഈ മല്ലനായ ഗോലിയാത്തിനെയും കൊല്ലുവാൻ സഹായിക്കും എന്നതായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, ആ മല്ലനായ ഗോലിയാത്തിനെ ഒറ്റയേറിന് കീഴ്പ്പെടുത്തുകയും ആ ഗോലിയാത്തിന്റെ വാളുകൊണ്ട് തന്നെ ദാവീദ് തലയെ ഛേദിച്ചു കളയുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് ദാവീദിന്റെ ആ മനോഭാവമാണ്. ദാവീദ് ഒരു സിംഹത്തെ കൊന്നിട്ടും ഒരു കരടിയെ കൊന്നിട്ടും ഒരു മല്ലനായ ഗോലിയാത്തിനെ കൊന്നിട്ടും ദാവീദിന്റെ മനോഭാവം എന്ന് പറയുന്നത് ദൈവം സഹായിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമില്ലായ്മ. ഒരു പക്ഷേ ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ദാവീദിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവം വരും. എന്ന് വെച്ചാൽ ഒരു സിംഹത്തെയോ ഒരു കരടിയെയോ ഒരു മല്ലനെയോ നമ്മളാണ് കൊന്നിരുന്നുവെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഭാവമാണ് ഞാൻ എന്നൊരു ഭാവം. പക്ഷേ ദാവീദിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കില്ല. ദാവീദിന്റെ മനോഭാവം എന്ന് പറയുന്നത്, എന്നെ സഹായിച്ചത്, എന്നെ വിടുവിച്ചത് ഒക്കെയും എൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ എന്ന ഭാവമില്ലായ്മ. ദാവീദിന്റെ മൂന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത് യഹോവേ താമസിക്കരുതേ. ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ നോക്കിക്കണ്ടു. അതിൽ നമ്മൾ കാണുന്നത്, ദാവീദ് ഒരു സമ്പന്നനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ താൻ മാനുഷികമായ നിലയിലും സമ്പന്നനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ താൻ ആത്മീയമായ രീതിയിലും സമ്പന്നനായ വ്യക്തിയാണ്. നമ്മൾ എല്ലാവരും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. അതേ ദാവീദ് ഇവിടെ പറയുന്നു, യഹോവേ താമസിക്കരുതേ. ദാവീദിനറിയാം, തൻ്റെ സമ്പത്തിനെ കഴിഞ്ഞും തൻ്റെ പദവികളെ കഴിഞ്ഞും തന്നെ സൃഷ്ടിച്ച, തന്നെ സഹായിച്ച, തന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ള വാഞ്ചയാണ് ദാവീദ് അവസാനമായി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. യഹോവേ താമസിക്കരുതേ. നമ്മൾ കേട്ടതുപോലെ ദാവീദിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ 3 മനോഭാവങ്ങൾ. ഒന്ന്, താഴ്മയുള്ള മനോഭാവം. ദാവീദ് എപ്പോഴും പറയുന്നത് പോലെ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവമില്ലായ്മ. ദൈവമാണ് എന്നെ സഹായിക്കുന്നതും വിടുവിക്കുന്നതും. മൂന്നാമത്തെ മനോഭാവം യഹോവേ താമസിക്കരുതേ. അത് തന്നെയാണ് ദാവീദ് പറയുന്നത്, എന്നെ സൃഷ്ടിച്ച, എന്നെ സഹായിച്ച, എന്നെ കൊണ്ടുവന്ന ദൈവത്തെ കാണണം എന്ന് ഉള്ള വാഞ്ചയാണ്. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ തന്റെ സമ്പത്തിലും തന്റെ സമൃദ്ധിയിലും തന്റെ പദവിയിലും അഹങ്കരിച്ചപ്പോൾ ദൈവം ശൗലിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. ശമൂവേൽ ദാവീദിനെ ഒരു രാജാവായി അഭിഷേകം ചെയ്യുവാൻ താൻ ഈശായിയുടെ വീട്ടിൽ പോയപ്പോൾ ഈശായിക്ക് ദാവീദിനെ കഴിഞ്ഞും സുന്ദരന്മാരായ, ദാവീദിനെ കഴിഞ്ഞും ആരോഗ്യവാന്മാരായ മക്കൾ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം ദാവീദിനെ ഒരു രാജാവായി തിരഞ്ഞെടുത്തുവെങ്കിൽ, അഭിഷേകം ചെയ്തുവെങ്കിൽ, അതിന് കാരണം ദാവീദിന്റെ ഈ താഴ്മയുള്ള ഈ മനോഭാവങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ താഴ്മയില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ സഹായിച്ച, നമ്മളെ കൊണ്ടുവന്ന ദൈവത്തെ കാണണം എന്ന് വാഞ്ച ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. വചനം നമ്മളെ കൃത്യമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെയും ഉയർത്തപ്പെടും. അത് തന്നെയാണ് നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച് ഇരിക്കുന്നത്. ഇതുപോലുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ജോവൻ സൈനിങ് ഔട്ട്.